PV അൻവറിന്റെ വീടിന് ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷഹീദ്, ഉറ്റുനോക്കുന്ന കണക്കുകളാണ് പുറത്തേക്ക് വരുന്നത്. PV അൻവർ കളത്തിൽ നന്നായി കളിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിവ് ക്യാമ്പിലുണ്ടോ? ഷഹീദ് അല്പസമയത്തിനകം വരും. എന്തായാലും ഇന്നലെ രാത്രി അഭിലാഷയായി PV അൻവറിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഞാൻ വലിയ ഹാപ്പിയായിരിക്കുന്നത്. വീണ്ടും രാവിലെയും ഹാപ്പിയാകാൻ കഴിയുന്ന റിസൾട്ടാണ് ഇപ്പോൾ വരുന്നത്. PV അൻവറിന്റെ സാന്നിധ്യം അറിയിക്കാൻ വഴിക്കടവിൽ PV അൻവറിന് കഴിഞ്ഞിട്ടുണ്ട്. 1500-ലധികം വോട്ട് അവിടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. മത്സരിക്കാൻ വേണ്ടി നേരത്തെ നിശ്ചയിച്ചതല്ല. മത്സരിക്കാൻ നേരത്തെ നിശ്ചയിച്ചിരുന്നുവെങ്കിൽ ഇതാകില്ലായിരുന്നു കഥ. ഞങ്ങൾ UDF-നെ പിന്തുണയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ VD സതീശനുമായുള്ള ഉരസലിലാണ് ഇങ്ങനെ ഒരു മത്സര തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നത് എന്ന് ഇന്നലെ രാത്രി പറയുമ്പോഴും ഹാപ്പിയാണ് താൻ എന്ന് അൻവർ പറയുന്നുണ്ട്. അൻവറിനെ സന്തോഷിക്കാൻ വക നൽകുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ സ്ക്രീനിൽ തെളിയുന്നത്. UDF-നെ സംബന്ധിച്ച് ഡേഞ്ചറസ് എന്ന സ്ഥിതിയിലേക്ക് അപകടകരം മിസ്കാൽക്കുലേഷൻ സംഭവിച്ചിട്ടുണ്ടോ? അൻവറിനെ ഒരു തരത്തിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ? UDF-ന്റെ അഹങ്കാരത്തോളം എത്തിയ ആത്മവിശ്വാസം തിരിച്ചടിച്ചോ? തീർത്ത് പറയാറായിട്ടില്ലേ? ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ തിരിച്ചടി നേരിടേണ്ടി വന്നാൽ അൻവറിനെ മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ട് ആ ക്യാമ്പിൽ നിന്ന് വലിയ വിമർശനം ഉണ്ടാകും എന്നുള്ളത് പ്രധാനമാണ്. ലീഗിന് വലിയ വിമർശനവും വലിയ എതിർപ്പും ആ കാര്യത്തിലുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം മുതൽ ഇങ്ങോട്ട് UDF-ന്റെ ക്യാമ്പിൽ നിന്ന് പല നേതാക്കളിൽ നിന്ന് പല അഭിപ്രായങ്ങൾ വരികയുണ്ട്. ഇതെല്ലാം പുനർവായന ചെയ്യപ്പെടും എന്നുള്ളതാണ്. പക്ഷെ തിരിച്ചു വരാൻ കഴിയുന്ന സാധ്യതകളെ കൂടി വളരെ പ്രതീക്ഷയോടുകൂടി നോക്കുന്നുണ്ട് UDF. ഇപ്പോഴേ തങ്ങൾക്ക് അനുകൂലമാണ് ഈ ട്രെൻഡ് എന്നുള്ള വിലയിരുത്തൽ. 12 വരെ നോക്കിയിരിക്കേണ്ടതില്ല എന്ന വിലയിരുത്തലിൽ സന്തോഷത്തിലുമാണ് LDF ക്യാമ്പ്. ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പലവിധ രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയായ ആര്യാടന്റെ വസതി അവസ്ഥയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ആദ്യ റൗണ്ടിലെ ഫലസൂചന അത് എഡ്ജ് UDF-ന് നൽകുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തിന് എഡ്ജ് നൽകുന്നുണ്ട്. 410-ലധികം വോട്ടിന്റെ ലീഡ് ഉണ്ട്. പക്ഷേ അത് പ്രതീക്ഷിച്ചത്ര ലീഡിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഒരു വല്ലാത്ത ഗൗരവം നേതാക്കളുടെ മുഖത്ത് ഒരു ചെറിയ കണക്ക് പറഞ്ഞോട്ടെ. ഒന്നാമത്തെ ബൂത്തിൽ തണ്ണിക്കടവിൽ ലീഗിന്റെ തണ്ണിക്കടവ് ബൂത്തിൽ LDF-നേക്കാൾ വോട്ട് PV അൻവറിനാണ്. അൻവറിന് അവിടെ 153 വോട്ടും LDF-ന് 128 വോട്ടുമാണ്. UDF ആണ് ഒന്നാം സ്ഥാനത്ത്. UDF ഒന്നാം സ്ഥാനത്ത് തണ്ണിക്കടവിൽ, രണ്ടാം സ്ഥാനത്ത് അൻവർ, മൂന്നാം സ്ഥാനത്ത് LDF. അതിന് പരിപൂർണമായി UDF വോട്ട് അൻവറിലേക്ക് പോയി എന്ന് പറയാൻ കഴിയില്ല. LDF വോട്ടിൽ ചോർച്ചയുണ്ടായി. അല്ല, LDF വോട്ട് നമുക്ക് 100% പറയാൻ കഴിയില്ല. LDF-നും UDF-നും ഒക്കെ വരാൻ കഴിയുന്ന വോട്ടുകൾ അൻവർ വോട്ട് പിടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. PV അൻവർ വോട്ട് പിടിക്കുന്നു. തണ്ണിക്കടവിലെ ആദ്യ ബൂത്തിൽ LDF-നേക്കാൾ വോട്ട് PV അൻവറിന്. LDF 128, PV അൻവർ 150. രണ്ടാം റൗണ്ടിന്റെ കണക്ക് വളരെ വളരെ ക്രൂഷ്യലാണ്. രണ്ടാം റൗണ്ടിന്റെ കണക്ക് വരികയാണ്. ചെറിയ ലീഡ് മാത്രമേ UDF-ന്. 4069 ഷൗക്കത്ത്, 3249 സ്വരാജ്, 1278 അൻവർ. രണ്ടാം റൗണ്ട് 278 വോട്ടുകൾ അവിടെയും PV അൻവർ പിടിച്ചിട്ടുണ്ട്.